ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ യാത്ര ഇന്നത്തെ ഇപ്പോൾ നെയ്റോബി സിറ്റിയിലോട്ടാണ്. അവിടുത്തെ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാനാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ മുന്നിൽ കാണുന്ന നമ്മുടെ നാട്ടിൽ ബോംബെയിലൊക്കെ ധാരാവി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് കോളനികളായിട്ട് ഇങ്ങനെ സെറ്റിൽമെൻറ്റ്, അതാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. നമ്മുടെ ഗൈഡ് നമ്മളെ കൊണ്ട് പോകുന്നതാണ് പാട്ടുപാടി. We can sing together. Yeah. Malaika, nakupenda Malaika. That is good one. Yeah. നമ്മൾ നെയ്റോബിയിലെ ഓരോ റോഡുകളും താണ്ടി ഇങ്ങനെ നമ്മുടെ നാരായൺ ടെമ്പിൾ ലക്ഷ്യമാക്കി കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പാർക്കാണെന്ത്. ഇവിടെ കഴുകന്മാരൊക്കെ വരുമെന്നാണ് തോന്നുന്നത്. ഇവിടെ ടൗണിനകത്ത് ഈ സിറ്റിക്കുള്ളിൽ മരത്തിൻ്റെ മുകളിലൊക്കെ കണ്ടമാനം കഴുകന്മാരുണ്ട്. നെയ്റോബിയിലെ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം KDC, KCQ, KECZ ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് മോസ്റ്റ്ലി. ഇവിടെ കാണുന്ന വണ്ടികൾ ഏറ്റവും കൂടുതൽ ടൊയോട്ടയും പിന്നെ ജാപ്പനീസ് വണ്ടിയാണ് കൂടുതൽ കാണുന്നത്. മെജോറിറ്റി ഈസ് ജാപ്പനീസ് കാർ. സിറ്റിയിലൊന്നും അത്ര വലിയ തിരക്കോ അത്ര ബഹളമോ ഇല്ലെന്നുണ്ടെങ്കിൽ അത്ര ആൾക്കാരോ ഒന്നുമില്ല. ഒരുപക്ഷെ ഇന്ന് ഓഫീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ തിരക്കുണ്ടായിരിക്കാം. ഈ റോഡൊക്കെ 4 ലൈനാണ്. പക്ഷെ വണ്ടികളൊക്കെ ബേസിക്കലി ഒരു 80%, 70% വണ്ടികളൊക്കെ പഴയ വണ്ടികളാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ഓടുന്നത്. നമ്മുടെ ഈ നെയ്റോബി വന്നിട്ട് കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ് ഉഗാലി. അതൊന്ന് ട്രൈ ചെയ്യണം. അതിപ്പം സമയം കിട്ടുമ്പോഴത്തേക്കും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഈ ഉഗാലി ഡിഷ് ഒന്ന് ട്രൈ ചെയ്യണം. അതിനെപ്പറ്റി കഴിച്ചതിന് ശേഷം പറയാം. കുറേ ബെൻസ് കണ്ടിട്ടുണ്ട്. ബെൻസും ഇവിടെ ഉണ്ട്. കുറേ ബെൻസുണ്ട്, ലാൻഡ് ക്രൂസറുണ്ട്. നമ്മളിപ്പോൾ സിറ്റിയിലോട്ട് എത്തി. പിന്നെ ബട്ട് ഇവിടെ മെട്രോ ഇല്ല എന്ന് തോന്നുന്നു. മെട്രോ ഇല്ല. ജസ്റ്റ് ലൈക്ക് ഈ ടോളിൻ്റെ ആ റോഡാണ് മേളിൽ കൂടെ പോകുന്നത്. ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു സിറ്റി. അതേ നെയ്റോബിയെ പറ്റി പറയാനുള്ളൂ. ഒരു ഭയങ്കര സിറ്റി എന്നൊന്നും പറയാനില്ല. ഒരു സാധാരണ സിറ്റി. അത്യാവശ്യം വലിപ്പം ഉണ്ട്. ബട്ട് പറയുന്ന മാതിരി ഒരു ഭയങ്കരം ഹാപ്പനിങ്സ് ഒക്കെ ഉള്ള ഒരു സിറ്റി ഒന്നുമല്ല നെയ്റോബി. ജസ്റ്റ് നമുക്ക് ഈ മസായിമാര ഉള്ളതുകൊണ്ട് നമുക്ക് വൺസ് ഇൻ എ ലൈഫ് ഇതുവഴി വന്നു പോകാൻ ഒരു സാഹചര്യം മസായിമാര ഒരുക്കിയിട്ടുണ്ട് ഇവർക്ക് വേണ്ടി. നമ്മൾ നെയ്റോബിയിലെ സ്വാമിനാഥൻ ടെമ്പിളിൻ്റെ അവിടെ എത്തി. ഇവിടെ കുട്ടികൾ ബാൻഡ് മേളവും എന്തൊക്കെയോ സംഭവമായിട്ട് നിൽക്കുകയാണ്. എന്തോ പരിപാടി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ബിൽഡിങ് അമ്പലത്തിൻ്റെ കണക്റ്റഡ് ബിൽഡിങ് തന്നെയാണ്. ഇതാണ് അമ്പലം. എന്തോ റിനോവേഷനൊക്കെ നടക്കുന്നുണ്ട്. സ്വാമിനാഥൻ ടെമ്പിൾ, നെയ്റോബി. ഈ അമ്പലത്തിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ട്. ഈ ഏരിയ മുഴുവൻ ഈ അമ്പലത്തിൻ്റെ ആണ്. ഈ കാണുന്ന ബിൽഡിങ്ങുകൾ ഇതെല്ലാം അമ്പലത്തിൻ്റെ ഭാഗമാണ്. നെയ്റോബിയുടെ ഒരു കണ്ണായ സ്ഥലത്ത് തന്നെയാണിത്. ഇവിടെ ആരതി ഡെയിലി 6:40 മുതൽ 6:45 വരെ ഉണ്ട്. ദർശൻ വന്നിട്ടുണ്ട്. ഇപ്പം ഓൾറെഡി ദർശൻ ടൈമാണ്.
നമുക്ക് കയറി അമ്പലത്തിനകത്ത് തൊഴാം. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. സ്വാമിനാരായണൻ ടെമ്പിളിൻ്റെ താഴെയുള്ള ഒരു മ്യൂസിയമാണിത്. നമ്മളങ്ങനെ ഈ ടെമ്പിളിൻ്റെ ഈ എക്സിബിഷൻ സെൻറ്ററിൽ കൂടി ഇങ്ങനെ നടന്ന് ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവുകയാണ്. ഈ ടെമ്പിള് ൻ്റെ ഓരോ തുടക്കം മുതലുള്ള അവരുടെ ഹിസ്റ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതൊക്കെ. ഇവരുടെ തന്നെയാണ് നമ്മളുടെ അബുദാബിയിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ടെമ്പിളും എന്നാണ് അറിയാം. ഇവർക്ക് ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ, അങ്ങനെ വളരെ ഒത്തിരിയധികം സ്ഥാപനങ്ങൾ ഇവർക്ക് ഈ ആഫ്രിക്കൻ കൺട്രികളിലും അമേരിക്കൻ കോണ്ടിനെൻറ്റിലും യൂറോപ്പിലും അവിടെ ഇവിടെയായിട്ടൊക്കെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ഒരു ഓർഗനൈസർ നമ്മളുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം വഴി അറിയാൻ സാധിച്ചത്. വളരെ മനോഹരമായിട്ടാണ് അവരിതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കെനിയയിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാരുണ്ട്. എന്നാൽ ഗുജറാത്ത്, പഞ്ചാബ് ഈ ഒരു മേഖലയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ. മലയാളികളെ ഞാൻ കണ്ടിരുന്നു. കൊല്ലംകാരൻ ഒരാളെയും കണ്ടിരുന്നു. അദ്ദേഹം ഇവിടെ ഒരു ഷോപ്പ് നടത്തുകയാണ് നെയ്റോബി തന്നെ. അപ്പം ഈ ഒരു അമ്പലം ഇതുപോലെ 3-4 അമ്പലമുണ്ട് ഇവരുടെ തന്നെ കീഴിൽ ഈ ഒരു സർക്കിളിൽ. അതുപോലെ ബിസിനസ് ആണേലും നമ്മൾ പോയ ഡയമണ്ട് പ്ലാസ, അതുപോലെ തന്നെ സരീദ് മോള്, അങ്ങനെയുള്ള അതെല്ലാം ആ ഒരു ഷോപ്പിംഗ് മോളുകളെല്ലാം ഓണർഷിപ്പ് ഇന്ത്യൻസിൻ്റെയാണ്. പക്ഷേ അവർ കെനിയൻ സിറ്റിസനാണ്. അവർക്ക് നമ്മുടെ നാട്ടിലോട്ട് വന്നു പോയിട്ടുള്ള ഇതേ ഉള്ളൂ, അല്ലാതെ വേറെ ബന്ധങ്ങൾ നാടുമായിട്ട് കാര്യമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു എക്സിബിഷൻ ഒരു സെൻറ്റർ ഇവർ ഈ ടെമ്പിളിൻ്റെ താഴെ വെച്ച് വളരെ പെർഫെക്റ്റായിട്ട് ഈ ഇവരുടെ ഓരോ വളർച്ചയും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആ ഒരു ഇത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നി. വർഷങ്ങളായിട്ട്, അതായത് ഏതാണ്ട് ഒരു 50, 60, 70, 80 വർഷത്തിന് മുമ്പേ ഇവർ വന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അത് 2 ജനറേഷൻ്റെ മുമ്പ് വന്നിരിക്കുന്നവരാണ് ഇവരൊക്കെ. ഇവർക്ക് നാട്ടിലോട്ടൊക്കെ വന്നിങ്ങനെ വിസിറ്റ് ചെയ്ത് അമേരിക്കൻ സിറ്റിസണൊക്കെ പോലെ ഇന്ത്യൻസിൻ്റെ പോലെയാണ് ഇവരും വന്നിങ്ങനെ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഇവർക്ക് ഇന്ത്യയായിട്ടുള്ളൂ. എന്നാൽ എല്ലാവരും നല്ല രീതിയിൽ ഹിന്ദി സംസാരിക്കും, ഗുജറാത്തി സംസാരിക്കും. അവർ ഗുജറാത്തിയിലാണ് എഴുത്തും വായനയും ബുക്കും എല്ലാം ഇവിടെ കണ്ടത് ഗുജറാത്തിയിലെ ഭാഷയിലാണ്. അപ്പോൾ അവർ നമ്മുടെ ആ ഒരു കൾച്ചറും ഭാഷയും സംസ്കാരവും എല്ലാം മുറുകെ പിടിച്ചിട്ട് മറ്റൊരു രാജ്യത്ത് ഭയങ്കരമായ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പം ഈ ഒരു ടെമ്പിൾ വിസിറ്റിന് ശേഷം നമ്മൾ നേരെ ഡയമണ്ട് പ്ലാസയിലോ എവിടെയെങ്കിലും പോകണം. അവിടെ പോയിട്ട് ജസ്റ്റ് ഡിന്നർ കഴിച്ചിട്ട് പോകണം, അതാണ് പ്ലാന്. ഇനിയിപ്പോൾ നമ്മൾ ഏതാണ്ട് സമയം 6:30 കഴിഞ്ഞു. ഈ ഒരു പ്ലേസിൽ നമ്മളിപ്പം മൂവ് ചെയ്യേണ്ട സമയമായി. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്.
സദ്യാലയമൊക്കെ ഉണ്ട് ഈ അമ്പലത്തോട് ചേർന്ന് തന്നെ. ഇവിടെ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ നെയ്റോബിയിലെ അമ്പലമൊക്കെ കണ്ടു. അവിടുന്ന് നമ്മളിപ്പോൾ ഇറങ്ങി ഇനിയിപ്പം പോവാണ്. ഇവിടെ നിന്ന് തിരികെ ലഞ്ച് കഴിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ലഞ്ച് പോയി കഴിക്കണം. ഇതിവിടുത്തെ സുവനീർ ഷോപ്പാണ്. ഇതൊന്ന് കയറി കണ്ടിട്ട് നമുക്ക് പോകാം. മോസ്റ്റ്ലി ഇവിടെ ഗുജറാത്തീസാണ് സെറ്റിൽമെൻ്റ് ഉള്ളത്. അപ്പോൾ അത് കാരണം ഓൾമോസ്റ്റ് എല്ലാം ഗുജറാത്തി ഭാഷയിലാണ് ഈ ബുക്സ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷും ഉണ്ട്. ഇവിടെ വലിയൊരു ഗുജറാത്തി ഫാമിലി ഗ്രൂപ്പ് തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത് വെരി ക്ലിയർ. ഇതെല്ലാം ഗുജറാത്തിയിലാണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് സമയം വന്നിട്ട് എത്ര മണിയായി? 6 മണി 6:30ആയി. ഇരുട്ടി തുടങ്ങി, കുറച്ച് തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം നമ്മുടെ ഹോട്ടലിലോട്ട് തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നേരെ ഹോട്ടലിലോട്ട് പോകുന്നു. ഇനിയും വേറെ പരിപാടിയൊന്നുമില്ല. ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ നേരെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും കിടക്കണം. നേരത്തെ രാവിലെ വന്നിട്ട് കാസിനോ ഒക്കെ ഉണ്ട്. ഇത് ഡയമണ്ട് പ്ലാസ 2, ഇത് ഡയമണ്ട് പ്ലാസ 1. This is one. No, they say backside parking. This is Plaza 1? Yeah, this is Plaza 1. നമ്മൾ ഡയമണ്ട് പ്ലാസയിൽ വന്നു. കുറച്ച് മണി എക്സ്ചേഞ്ച്. ദിസ് ഈസ് ചൗപാത്തി. ദിസ് ഫാസ്റ്റ് ഫുഡ് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ No, they are റെസ്റ്റോറൻറ്റ്. here only. Okay, you can Okay. get off here. They are here only. ഇവിടെ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്. नहीं ये बैक साइड. ശരി, അക്ബർ ട്രാവൽസ് ഉണ്ട് ഇവിടെ. അനു ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ. നമ്മൾ ഈ കാണുന്ന ഡയമണ്ട് പ്ലാസ എന്ന് പറഞ്ഞാൽ ഈ മോളും ഇന്ത്യൻ്റെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഡയമണ്ട് പ്ലാസയിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ ഇപ്പോൾ തിരികെ ഇറങ്ങിയാണ്. ഇന്ന് നെയ്റോബി സിറ്റിയിലെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവാണ്. On Friday because tomorrow we are going to Masai. Yes, please. And അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ തിരികെ എത്തി. ഇവിടുത്തെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ. അവിടെ ഡിന്നർ കഴിച്ച് നമ്മൾ നാളെ അംബോസിലോട്ട് യാത്ര തിരിക്കും. നാളെ നമുക്ക് അംബോസിലെ യാത്ര വിശേഷമായി കാണാം. 2 ദിവസം നിന്ന് നെയ്റോബിയിലെ റൂം നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പം സമയം രാവിലെ 7 മണി. റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഐബിസ് എന്ന് പറയുന്ന ഹോട്ടൽ ഒരു ബിസിനസ് ക്ലാസ് ഹോട്ടലാണ്. അത് ബിസിനസ് പീപ്പിളിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായിരിക്കും അവരുടെ എല്ലാ ഈ പ്രോപ്പർട്ടിക്കുള്ളിലുള്ള എല്ലാ നമ്മുടെ അമ്യൂണിറ്റീസും. ഇപ്പം ഹോസ്പിറ്റാലിറ്റി ട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഒരു സ്റ്റാർ ഹോട്ടലാണെങ്കിൽ നല്ല ഒരു ടേബിളിലൊക്കെ ആയിരിക്കും. ഇവിടെ ഒരു നല്ലൊരു ടേബിൾ വരും, ഡ്രോവേഴ്സ് ഒക്കെ വരും. ഇവിടെ അതൊന്നുമില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മളിതൊന്നും യൂസ് ചെയ്യുന്നില്ല. മാക്സിമം നമ്മൾ വിസിറ്റിന് വരുമ്പം വളരെ റെയറായിട്ടായിരിക്കും ഇതൊക്കെ യൂസ് ചെയ്യുക. ഒരു ക്വിക്ക് ഇത് വരുമ്പോൾ. അതുപോലെ ഇതൊക്കെ ഒരു കബോർഡിൽ വരും. നമ്മുടെ ഹെയർ ഡ്രയറും അതുപോലെ അയൺ ബോക്സൊക്കെ. ഇവിടെ അയൺ ബോക്സ് ഒന്നും ഇല്ല. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ഹാങ്ങേഴ്സൊക്കെ തൂക്കിയിടുന്ന ഒരു ടെമ്പററി സ്റ്റൈലിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഈവൻ ബാത്റൂമിൽ പോലും നമുക്ക് കാര്യമായിട്ട് ഒന്നും അമ്യൂണിറ്റീസ് ഒന്നും തന്നിട്ടില്ല. ജസ്റ്റ് അവിടെ ഒരു സോപ്പ് ഡിസ്പെൻസർ കൊടുത്തിരിക്കുന്നതല്ലാതെ വേറൊന്നുമില്ല. എല്ലാം പക്ഷേ ചെറിയ ഒരു സിസ്റ്റത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം ഒരു കപ്പ് വെക്കാനൊരു ഹോൾഡർ, അല്ലെങ്കിൽ ഒരു മൊബൈൽ വെക്കാനൊരു ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നോർമലി ഇവിടെ ഒരു ടേബിളിലാകുമ്പോൾ അതുപോലെ തന്നെ ക്ലോക്കും അലാം ക്ലോക്കും ഒക്കെ വരേണ്ടതാണ്. അതൊന്നുമില്ല. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ടേബിൾ, അത്യാവശ്യ സാധനം വെക്കാനൊക്കെ ഉള്ള ടേബിൾ. അപ്പോൾ ലഗേജ് റാക്കോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇരിക്കാൻ നമുക്ക് ഇത് വലിച്ചിട്ടിട്ട് ഇതെടുത്തിട്ട് ഇരിക്കാം. തിരിച്ച് അവിടെ തന്നെ സ്റ്റാക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ അപ്പം ഒരു സിമ്പിൾ കൺസെപ്റ്റാണ് ഈ ഹോട്ടലിന്. അതുകൊണ്ട് നമുക്കിതിനെ ഒരു മറ്റുള്ള ഹോട്ടലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല.
ബട്ട് ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആണ്. ഈ ഹോട്ടലിനായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്. അതുപോലെ സേഫ് ബോക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ആവശ്യത്തിൻ്റെ ഒരു ഇതിലാണ്. ലാപ്ടോപ്പ് സൈസ് സേഫ് ബോക്സ് ആണ് നോർമലി 5 സ്റ്റാർ ഹോട്ടൽസിലെല്ലാം വെക്കുക. പക്ഷേ ഇതിവിടെ ഒരു ചെറിയ സേഫ് ബോക്സ് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നമ്മുടെ വാല്യുബിൾ ഐറ്റംസ് വെച്ച് പൂട്ടാൻ. വാട്ടറൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ആസ് യൂഷ്വൽ. ഇപ്പം ബാക്കി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം 10 ഔട്ട് ഓഫ് 8 കൊടുക്കാം. രാവിലെ തന്നെ ചെക്കൗട്ടായി. മസൈമാറിലോട്ട് പോകേണ്ട നമ്മുടെ വണ്ടികളെല്ലാം വന്നിട്ട് ഇവിടെ ലൈനായിട്ട് കിടപ്പുണ്ട്. ഈ 3 വണ്ടിയിലാണ് നമ്മുടെ ഗ്രൂപ്പ് എല്ലാവരും മസൈമാറിലോട്ട് പോകുന്നത്. ഇന്ന് അത്യാവശ്യം രാവിലെ ഒരു ക്ലൈമറ്റ് ഫോഗി ക്ലൈമറ്റാണ്. ഒരു 16 ഡിഗ്രിയാണ് കാണിക്കുന്നത് ഇവിടെ. ചെറിയ ഒരു സ്ലൈറ്റ് മഴ ഉണ്ടായിരുന്നു വൈകിട്ട് രാത്രിയിൽ നൈറ്റിൽ. ഇപ്പം രാവിലെ ഒരു 7:30 മണിയുടെ ഒരു ഔട്ടർ പാർട്ട് ലുക്കാണിപ്പം നെയ്റോബി. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, എന്നാൽ സഹിക്കാവുന്ന തണുപ്പ്. ചെറിയ ചാറ്റമഴ, പൊടി മഴ പെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി വലിയ മഴയൊന്നും തരാതിരുന്നാൽ മതി ഇനിയുള്ള സമയങ്ങൾ. കാര്യം മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോറസ്റ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റാതെ വരും. ഒരു നല്ല കാലാവസ്ഥയാണെങ്കിൽ മാത്രമേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. നോക്കാം ഇനി വരുന്ന ദിവസങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും ചെക്കൗട്ട് ചെയ്തിട്ടേ ഇരിക്കുന്നു. എല്ലാവരും ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നു. എല്ലാം ഓൺ ടൈമാണ്. ഡ്രൈവർ എത്തി. ഒരു മസായി ഡ്രസ് കോഡിലാണ് എത്തിയിരിക്കുന്നത്. ജാക്സൺ എന്നാണ് പേര്. ഇദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിം. നമ്മുടെ ഡ്രൈവർ ഇദ്ദേഹമാണ് ജാക്സൺ. ഇത് മിസ്റ്റർ അനിൽ, ഗ്രേറ്റ് ഫോട്ടോഗ്രാഫറാണ്. He's a great photographer in our throughout journey. He's making amazing pictures. Let's do this. Yeah. You all go there? ഇത് നമ്മുടെ ഗ്രൂപ്പാണ്. ഇതാണ് നമ്മളുടെ വണ്ടി. നമ്മളിനി സ്ട്രെയിറ്റ് ഗോയിങ് ടു അംബോസലിയിലോട്ട്. നമ്മുടെ ഗ്രൂപ്പ് കാർ പുറകെ വരുന്നുണ്ട്. Elvis. Yeah. Jackson. No, rock and roll. Rock and roll, yes. Elvis, king of rock and roll. Yes, Right? yes. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നെയ്റോബി കൂടെയാണ്. The park is Amboseli. നമ്മളിപ്പോൾ പോകുന്നത് നേരെ നെയ്റോബിയിൽ നിന്ന് അംബോസലിയിലോട്ടാണ്. അംബോസലി നാഷണൽ പാർക്ക് അതിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് 4-5 മണിക്കൂറത്തെ ഡ്രൈവാണ്. അതായത് നമ്മളിപ്പം ഇവിടെ നിന്ന് അംബോസലി പോകുന്നു. അംബോസലിയിൽ ഇന്നത്തെ നൈറ്റ് നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നു. അതിന് ശേഷം ആണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. അപ്പോൾ സിറ്റി ഏതാണ്ട് ഒരു അരമണിക്കൂറിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അംബോസലിയിലോട്ട് പോകുന്ന വഴിക്കുള്ള പെട്രോൾ സ്റ്റേഷനാണിത്. ഇവിടെ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി കയറി, പിന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് വണ്ടി. ഇവിടെ കേക്ക് ബുഫറ്റ് ഉണ്ടെന്ന്. കേക്ക് ബുഫറ്റ് ജസ്റ്റ് നമ്മളിതുവരെ കേട്ടില്ല. കേക്ക് ബുഫറ്റ് എവരി സൺഡേ 10 തൊട്ട് 8 മണി വരെ കേക്ക് തിന്നാൻ വേണ്ടി മാത്രം. അപ്പം ഇവരെനിക്ക് തോന്നുന്നത് ഭയങ്കര സ്വീറ്റ് കഴിക്കുന്ന ടീമാണെന്ന് തോന്നുന്നു. കെനിയൻസ് റെസ്റ്റോറൻറ്റിനകത്ത് കേക്ക് മാത്രം. കിച്ചൻ മെച്ചൂക്ക. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഹൈവേയുടെ സൈഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പെട്രോൾ സ്റ്റേഷൻ. ഇവിടെ നിന്ന് അവർ പറഞ്ഞത് വാട്ടറും അതും ഇതും എല്ലാം വാങ്ങി നിങ്ങൾ സ്റ്റോർ ചെയ്തു. കാരണം ഓൺ ദ വേയിൽ വേറെ അടുത്ത സ്റ്റോപ്പ് കുറേയും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് വേണ്ട വെള്ളമൊക്കെ വാങ്ങിക്കോളാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്.
അതോ വണ്ടി ബ്രേക്ക് ഡൗൺ ആണോ അറിയില്ല. അതാണ് ഇവിടെ വഴി ബ്ലോക്കാണ്. കാണുന്ന മാംഗോ ഫാമുകളാണ്. മാംഗോ ഫാമും അതുപോലെ ഓറഞ്ച് ഫാമുകളാണ് ഇവിടെ മുഴുവൻ, ഈ ഏരിയ മുഴുവൻ കാണുന്നത്. അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ കൈതച്ചക്കയുടെ കൃഷിയുണ്ട്. അതുപോലെ വാഴപ്പഴം ഇഷ്ടംപോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈ പറയുന്ന ഇവിടെ ചോളമുണ്ട്, കൃഷി ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ കന്നുകാലി വളർത്തൽ, അതൊക്കെ ഭയങ്കരമായിട്ട് ഉള്ള ഒരു പ്രദേശമാണ് കെനിയയിലുള്ളത്. അടുത്ത ഒരു ടൗണിലെത്തി. ഈ ഹൈവേയുടെ ബിറ്റ്വീനിൽ വരുന്ന ടൗണുകളൊക്കെ ഇല്ല, വളരെ ശോചനീയമായ റോഡിന് ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ട്. ആ സ്റ്റോപ്പ് ഓവറിൽ നിൽക്കുകയാണ്. ലാൻഡ് ക്രൂസറിൻ്റെ വണ്ടിയുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ വണ്ടി. 1, 2, 3, 6, 7 സീറ്റർ 8 സീറ്ററാണെന്ന് തോന്നുന്നു. സ്പെഷ്യലി ഇതുപോലെ മസീമാലയിലോട്ട് പോകാനുള്ള റൂട്ടിലോട്ട് പോകേണ്ട ഇതിനു വേണ്ടി ഉണ്ടാക്കി വേണ്ടത്. ഇതൊക്കെ ലാൻഡ് ക്രൂസറിൻ്റെ വണ്ടിയാണ്, സ്പെഷ്യൽ വണ്ടികൾ. ഒരുപക്ഷെ നമ്മൾ ഇതുപോലത്തെ വണ്ടികൾ പലയിടത്തും ഇതുപോലത്തെ വണ്ടികളെങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലത്തെ തന്നെയാണ്, പക്ഷെ അത് ഇച്ചിരി പഴയതാണ്. ഇതൊക്കെ പുതിയ വണ്ടികളാണ് ഈ വണ്ടികൾ. അടിപൊളി വണ്ടിയാണ് ലാൻഡ് ക്രൂസറിൻ്റെ. സൊവനീറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു കടയുടെ അവിടെ അവർ നിർത്തിയത് ബിറ്റ്വീൻ അംബോസിലിയിൽ. ഇവിടെ കണ്ടമാനം ചൈനീസാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചൈനീസ് ടൂറിസ്റ്റ് കണ്ടമാനമുണ്ട്. ഇത് അങ്ങനൊരു കടയാണ്. നമ്മുടെ കൂടെ വന്ന ടീം ഇവിടെ വരുന്നുണ്ട്. പ്രദീപൊക്കെ, ഇവരൊക്കെ നമ്മളിവിടെ വന്നവരാണ്. എല്ലാവരും ഇതെല്ലാം കണ്ടിങ്ങനെ നടക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 10 മിനിറ്റത്തെ ആ ഒരു ടൈം നമ്മളിവിടെ ഇതിനകത്ത് കയറി സ്പെൻഡ് ചെയ്യുക. ഇവിടെയൊക്കെ ഭയങ്കര വിലയായിരിക്കും. ടൂറിസ്റ്റുകൾ വന്നിട്ട് വരുന്നതെന്നുള്ളത് ഭയങ്കരമായിട്ട് വിലയിടും ഇവന്മാർ. ഇത് നമ്മുടെ കൂടെ ഗ്രൂപ്പിൽ വന്ന ഒരു അമേരിക്കനാണ്, മലയാളിയാണ്. മലയാളം പറയാനായിട്ട് നല്ല രസമാണ്, നല്ല ലെവലിൽ സംസാരിക്കുക. ഇത് മലേഷ്യയിൽ നിന്ന് വന്ന നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരു ഫാമിലി ആ വണ്ടിയായിരിക്കും. സജീവ് ചേട്ടൻ്റെ റിലേറ്റീവ്സൊക്കെ. അതിലൊരാളും അവരുടെ കൂടെയുള്ള ഇത് നമ്മുടെ കൂടെ വന്ന സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഗ്രൂപ്പിലുള്ള ഫാമിലിയാണ്.
മാറി ഹൈവേന്ന് കയറി വേറൊരു റോഡിലോട്ട് പാസ്സായി കൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ പശുക്കളെ കാണാം ഇവിടെ. അത് നല്ല അടിപൊളി പശുക്കൾ. അവരുടെ ഡ്രസ്സ് കിട്ടാണ് കയറി വന്നിട്ട് തണുപ്പായതുകൊണ്ട് ജാക്കറ്റ് എടുത്തിട്ടാണ്. Again, one more. കിളിമഞ്ചാരോ മൗണ്ടൻസ് കാണാന്ന് പറയുന്നത്. അപ്പോൾ ക്ലൗഡ് ഉള്ളതുകൊണ്ട് അത് കാണാൻ പറ്റില്ല. അല്ലാതെ കാണാം. റോഡൊക്കെ പൊട്ടിപ്പറിഞ്ഞ റോഡാണ്. മുഴുവൻ സഫാരി ആണ് പോകുന്നത്. ഓ കറീബു അംബോസലി സോപ്പ. നമ്മൾ അങ്ങനെ എത്തി. അങ്ങനെ നമ്മൾ അംബോസലി സോപ്പ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു കുരങ്ങ് എന്തോ കളിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ കുരങ്ങ്. നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. നമ്മുടെ ഹോട്ടൽ എത്തി. Welcome to Superlord, yeah? Welcome home. Carry the luggage here and the room this direction. Please, we go check in for the reception. Okay. And welcome home. Thank you. Let's go this way, my friend. Yeah. Right. My name is Sammy Giga. I welcome you. Welcome to Amboseli Sopa. Welcome home. Just put right this, carry the luggage here and the room this direction. Please, we go check in for the reception and welcome home. Let's go this way, please. Come home. Let's go this way, please. Welcome to Amboseli, the best place you enjoy. They enjoy the view in Mount Kilimanjaro. Welcome home. Welcome home. അംബോസലി നാഷണൽ പാർക്കിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.